അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിയൂട്ടിത്തെ വീഡിയോസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ, പക്ഷെ അവിടെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ഇങ്ങനെ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2 ഐറ്റംസാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾ മിനിയൂട്ടി പോയാൽ പോവേണ്ട 2 സ്ഥലങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു റൈഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മിനിയൂട്ടിപെറ്റൽസ്പാർക്കിൻ്റെ അവിടെയാണ് ഈ ഒരു അഡ്വഞ്ചറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും, നമ്മളെ വയനാടിലെ. പക്ഷെ നമ്മൾ മിനിയൂട്ടിയിലും വന്നിട്ടുണ്ട്. നമ്മളിൽ പല ആളുകളും പല സ്ഥലത്തേക്കൊക്കെ പോകാറുണ്ടല്ലേ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ. പക്ഷെ നമ്മൾ മിനിയൂട്ടിയിൽ ഇല്ലാത്ത റൈഡുകളില്ല, ഒരുപാട് സംഭവങ്ങൾ എൻജോയ്മെൻറ്റിന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായി കയറണം എന്ന് വിചാരിച്ച് 8ൻ്റെ പണി കിട്ടിയൊരു റൈഡാണ് കേട്ടോ. കാരണം ഇതിൽ കയറുമ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, വയനാട്ടിലത്തെ ഓരോ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ ഒരു കയറണം എന്നൊരാഗ്രഹം. പക്ഷെ കയറിക്കഴിഞ്ഞാൽ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി സ്റ്റോപ്പ് ചെയ്യിച്ചതാണ്. ഇതിനൊരാൾക്ക് ചാർജ് വരുന്ന 100 ആണ്. എനിക്ക് കാലൊക്കെ ഭയങ്കര പെയിനായിരുന്നു കേട്ടോ, ഭയങ്കര കടച്ചിൽ. പക്ഷേ ഇതിൽ ചെറിയ കുട്ടികളൊക്കെ കയറ്റുന്നുണ്ട്, പക്ഷേ അത്ര തന്നെ സേഫ്റ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് വീട്ടിലൊക്കെ പോയതിൻ്റെ ശേഷം ഭയങ്കര പെയിനായിരുന്നു, നടക്കാനും പോലും പറ്റുന്നില്ല. കാലിൻ്റെ 2 സൈഡും ഭയങ്കര മുറിയായിട്ടുണ്ടെന്നൊക്കെ പറയാം. അത്രയും പെയിനും ഇതുമായിരുന്നു. ഷോൾഡർ കാലിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ. ശരീരം അങ്ങോട്ട് വലിച്ചു മുറുക്കുകയാണ് ആ അലാസ്റ്റിക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കയറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇതിൽ കയറണ്ടായിരിക്കും എന്നാണ് പറയണേ. ഇനി ധൈര്യമുള്ളവർ കയറിക്കോളൂ, കുറച്ച് തടിയുള്ള ആളുകളൊന്നും കയറണ്ട. കാരണം എനിക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ കാല് 2 ഭാഗം പൊട്ടിയിട്ടുണ്ടെന്ന് പറയും, 2 സൈഡ് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അഡ്വഞ്ചർ ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്, അവരാരും നിന്നെ നിർബന്ധിച്ചതല്ല. അപ്പം ഇങ്ങനൊരു ചെറിയൊരു ഇതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി കയറിയൊരു സംഭവം. എനിക്ക് 2ാമത് പണിയാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസൂൻ്റെ ഒരു ഇഷ്ടമല്ലേ, അവർക്ക് ഇതൊക്കെ അല്ലേ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബൈക്കിലും കയറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 50 രൂപയാണ്. 2 റൗണ്ടിന് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കയറാൻ പറ്റിയിട്ടുള്ള ഒരു ബൈക്കാണ്. സംഭവം എന്തായാലും കിടുവാണ്, കാരണം കുട്ടികൾക്കൊക്കെ ഈ ഒരു ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടൊരു സംഭവം തന്നെയല്ലേ. അപ്പം മിനിയൂട്ടിക്ക് കാലെടുത്ത് വെക്കാൻ വയ്യ, അത്രയും ജനങ്ങളാണ് കേട്ടോ, ഭയങ്കര ക്രൗഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ വെക്കേഷനാണ്. നമ്മൾ ഓരോ വീഡിയോസ്, എല്ലാവരും വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് ആളുകൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മിനിയൂട്ടിയിൽ പോയാൽ എൻ്റെ സബ്സ്ക്രൈബിന് ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാം കേട്ടോ. ഞാൻ എപ്പം മിനിയൂട്ടിയിൽ പോയാലും ആളുകൾ എന്നോട് നെസ്മി വ്ളോഗല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. കാരണം പല ആളുകളെ എടുത്തു പോകുമ്പോഴും എന്നെ 2 ആൾ അറിയുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴും നമ്മളടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങനെ തന്നെ ആവണം. അപ്പോൾ ഉമ്മാൻ്റെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മ ഹസും ഞാനൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം വെക്കേഷനൊക്കെ അല്ലേ, അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും പോയി വരാൻ അടുത്ത് നമ്മൾ സ്വന്തം മിനിയൂട്ടിയിൽ തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 22 കിലോമീറ്റർ എന്തോ അകലുള്ളൂ ഞങ്ങൾ ഇവിടുന്ന്. അപ്പം ഞങ്ങൾക്ക് ഷോർട്ട് വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയതാണ്. പിന്നെ ഇവിടെ ഈ ഒരു റൈഡിനൊന്നും നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കണ്ട കേട്ടോ. എൻട്രി ഫീ 20 രൂപ ഒരാൾക്ക് കൊടുത്താൽ മതി. ഈ ഒരു സംഭവമൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതിൽ വലിയവർക്ക് കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ചില റൈഡ് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ട്, എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, വലിയ ആളുകളും ചെറിയ ആളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്, 1 രൂപ പോലും കൊടുക്കണ്ട. അവിടെ 20 രൂപ കയറുന്ന ടൈം കൊടുത്താൽ മതി. പക്ഷേ ഞാൻ നേരത്തെ 2 റൈഡ് കാണിച്ചില്ല, ഒന്ന് ഞാൻ കയറിയെന്നൊന്ന് ഹസു, അതിൽ 50 100 ആയിട്ട് കൊടുക്കണം. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ 20 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ഈ റൈഡൊക്കെ ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് ചാടേണ്ട റൈഡുകൾ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വെള്ളത്തിലൊക്കെ ക്യാഷ് കൊടുക്കണം. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, 20 രൂപ 30 രൂപയ്ക്കുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ കുട്ടികളെ എൻജോയ്മെൻ്റ് ഇല്ല. അപ്പോൾ അവർക്ക് അവരെ എൻജോയ്മെൻറ്റ് നമ്മൾ എത്ര ആയാലും നമ്മൾ രക്ഷിതാക്കൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കയറ്റി കൊടുക്കും എന്നറിയാം. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അസൂന് ഇഷ്ടപ്പെട്ടൊരു റൈഡാണ് ഇങ്ങനെ ചാടി കളിക്കുക എന്ന് പറഞ്ഞാൽ, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാക്ക് റൈഡ് കയറണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളതിൽ കയറണം എന്ന് ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മൾ നിന്നതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവിടെയുള്ള വണ്ടികളൊക്കെ കണ്ടാൽ അന്തം വിട്ടുപോയി. കാരണം ഒരു ബൈക്ക് വെക്കാൻ പോലും ഗ്യാപ്പില്ലാത്തൊരവസ്ഥയ്ക്കാണ്.
അത്രയും ആളുകളാണ് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് വന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു ഓരോ സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ. നിങ്ങളെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അവരെ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നാന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയിട്ട്. അത്രയും ദൂരത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഡ്രിങ്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജുള്ള അവിടേക്കും പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ഒന്നിലും കയറിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് അടിപൊളിയൊരു കഫേ വന്നിട്ടുണ്ട്. അൽപൈൻ കഫേ ആണ് ഇത്. നമ്മളെ മിനിയൂട്ടിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. കുറച്ച് അവിടെ തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ആരോട് ചോദിച്ചാലും പറയാം, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് പോകണം എന്ന് ഞാൻ പറയുള്ളൂ. ഫാമിലി ആയിട്ട് കപ്പിൾസായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് മക്കളെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് നടത്താനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റേജ് എല്ലാം ഹാളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് എടുത്ത് പറയാൻ വേണം. കാരണം അടിപൊളിയൊരു ആംബിയൻസ് ആണ്. അപ്പം നീ മുകളിൽ കാണുന്നത് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾ ഈവനിങ് ഒക്കെ വന്നാൽ ഭയങ്കര വൈബാണ് കേട്ടോ. പിന്നെ നല്ല തണുപ്പും നല്ല വൈബൊക്കെ കണ്ട് നമുക്ക് വെറൈറ്റി ഫുഡ് ഐറ്റംസും കഴിക്കാം ഈ ഒരു ഷോപ്പിൽ വന്നാൽ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എടുത്ത് പറയുന്നത് വേണം കേട്ടോ. ഒരു പ്രത്യേക ഒരു സെറ്റിങ്സ് ആണ്. പിന്നെ ഇവിടെ അങ്ങനെ തന്നെ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് സംഭവങ്ങൾ അവരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു. കാരണം നമ്മളിങ്ങനെ വരുമ്പം റിലാക്സ് ചെയ്ത് പോലെ. ഞാൻ ആദ്യമായിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ മിനിയൂട്ടി പോയിട്ടുണ്ട്. പക്ഷേ ഈ നൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. കാരണം വന്നാൽ ഞങ്ങൾ ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാറുണ്ട്. പക്ഷെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ മിനിയൂട്ടിൽ നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിട്ടൊരു വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു കഫേയിൽ വേറെയും പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മിനിയൂട്ടിൽ ഒരുപാട് കൂൾ ബാർ അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ക്ലോസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് 12 മണി വരെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ 12 മണി വരെ ഈ ഒരു അടിപൊളി കഫേ ഓപ്പൺ ആണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പോൾ മിനിയാന്നാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ കൊണ്ടോട്ടി സിറ്റി ഫുള്ള് കാണാം കേട്ടോ. ഫ്ലൈറ്റ് പോകുന്നതൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന ടൈമിൽ തന്നെ അവിടെ വിമാനമൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും ഫുഡൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഗൾഫത്തെ ഹുക്കിങ് അങ്ങനത്തെ സംഭവം സെറ്റപ്പൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട്. ഇനി മജ്ലിസൊക്കെ വരുന്നുണ്ട്. അത് മുകളിലാണ്. സെറ്റിങ്സ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. ഏതായാലും വന്നില്ലേ. അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണ്ട. അപ്പോൾ അവിടുന്ന് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബർഗറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. അവർ ഡ്രിങ്ക് ആയാലും കോഫി ആയാലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും സ്പോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ആംബിയൻസിൽ നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റിയുള്ള സ്പോട്ടാണ്. നമ്മൾ മിനിയൂട്ടിയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. പെയിൻ കഫേയിലാണ്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് മെനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ആണ് എടുത്ത് പറയേണ്ടത്. നല്ല അടിപൊളിയായിട്ട് നല്ല വൈബൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകതകളുണ്ട്. മറ്റുള്ള ഷോപ്പിനെ മറ്റുള്ള മിനിയൂട്ടി ഷോപ്പുകൾ ക്ലോസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. 12 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. എല്ലാം ബർഗറായാലും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഫുഡൊക്കെ സൂപ്പർ അല്ലേ? ഹസു എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പറാണ് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഉമ്മ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ ഫുഡൊക്കെ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിലായാലും 2 ലെയറിലാണ് ഇവർ ഇത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ കോഫി ആയാലും ഡ്രിങ്ക് ആയാലും ഫുഡായാലും എല്ലാം ഒന്നിനൊത്ത് മെച്ചാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഈ ഒരു കോഫി ഷോപ്പ്.
ഈ ഒരു ഷോപ്പിൽ വന്നിട്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായിരുന്നു ഫുഡ്? അടിപൊളിയാ ഫുഡ്? അടിപൊളി ഫുഡാ. അപ്പം എല്ലാവരും വരണല്ലേ ഈ ഒരു ഷോപ്പിക്ക്? ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഫാമിലി വ്ളോഗിൻ്റെ നമ്മളെ ചെറിയ ഔട്ടിങ്ങും അതുപോലെ തന്നെ നമ്മളെ സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളേരിത്തെ ഉമ്മ ഇല്ല, എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം നൈറ്റിലാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഉമ്മ മിനിയാന്ന് ഞാൻ വന്നതല്ല, ഇന്ന് ഉമ്മാൻ്റെ കൂടെ പോയിക്കോന്നാണ് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ തൽക്കാലം വീഡിയോ വൈൻഡ്